ഹായ്, ഞാൻ അൻഫാസ് അഹമ്മദ്. എല്ലാവർക്കും സ്കിൽ റൈനോയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഗോൾഡൻ ടോപ്പിക്സിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇതിന് മുമ്പെടുത്ത ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. കാണാത്തവരാണെങ്കിൽ ഇതിന് മുമ്പെടുത്ത ടോപ്പിക്സ് നിങ്ങൾ കാണാത്തവരാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് നമ്മൾ കവർ ചെയ്ത് പോകുന്നത്. അപ്പോൾ നിങ്ങൾ അറിയാതെ പോകരുത്. ഏതെങ്കിലും മിസ്സാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണുക. മുമ്പത്തെ ഒരു ക്ലാസ്സും തീർച്ചയായിട്ടും മിസ്സാക്കരുത്. ഓൾറെഡി പഠിച്ച ടോപ്പിക്കാണെങ്കിൽ കുഴപ്പമില്ല, എങ്കിലും നല്ലൊരു റിവിഷൻ കിട്ടാനാണെങ്കിലും ക്ലാസ് എന്തായാലും മിസ്സാക്കാതിരിക്കുക. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ അധികമൊന്നും പറയാതെ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ആറ്റത്തെ കുറിച്ചാണ്. ആറ്റം. ഓക്കെ, എന്താണ് ആറ്റം, ആരാണ് ആറ്റം കണ്ടുപിടിച്ചത്, അങ്ങനെ പലതും നമുക്ക് ഡിസ്കസ് ചെയ്യണം. എന്താണ് ആറ്റം? ഒരു പദാർത്ഥത്തിന്റെ രാസപരമായ ഏറ്റവും ചെറിയ കണമാണ് ആറ്റം എന്നറിയപ്പെടുന്നത്. ഒരു പദാർത്ഥത്തിന്റെ രാസപരമായ ഏറ്റവും ചെറിയ കണമാണ് ആറ്റം. ആരാണ് ഈ ആറ്റം കണ്ടുപിടിച്ചത്? ആറ്റം കണ്ടുപിടിച്ചത് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ജോൺ ഡാൾട്ടൺ ആണ് കേട്ടോ. ആരാണ്? ജോൺ ഡാൾട്ടൺ ആണ് ആറ്റം കണ്ടുപിടിച്ചത്. ഓക്കെ, ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ ആണ്. ഈ ആറ്റത്തിന് ആ പേര് നിർദ്ദേശിച്ചത് ആരെന്ന് ചോദിക്കും. ആറ്റം അല്ലേ, ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതായിരുന്നു ഒക്കെ ചോദിച്ചാൽ ആരാണ്? ഓസ്റ്റ്വാൾട്ട് ആണ്. ഓസ്റ്റ്വാൾട്ട് ആണ്. ആറ്റം എന്ന പദം രൂപം കൊണ്ടത് അതുകൂടെ പഠിച്ചു വെക്കണം. ആറ്റമോസ് എന്ന, ഓക്കെ, ആറ്റമോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നുമാണ് ആറ്റം എന്ന പദം രൂപം കൊണ്ടത്. ഗ്രീക്ക് പദമാണ്, അതുകൂടെ പഠിച്ചു വെക്കുക. ഗ്രീക്ക് പദം ആറ്റമോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നുമാണ് ആറ്റം എന്ന പദം രൂപം കൊണ്ടത്. ഓക്കെ, അപ്പൊ ആറ്റം കണ്ടുപിടിച്ചത് ആരാണ്? ജോൺ ഡാൾട്ടൺ ആണ്. ആറ്റം എന്ന പദം രൂപം കൊണ്ടത് ആറ്റമോസ് എന്ന പദത്തിൽ നിന്നുമാണ്. ഈ ആറ്റമോസ് എന്ന പദത്തിന് അർത്ഥമാണ് വിഭജിക്കാൻ കഴിയാത്തത്. ആറ്റമോസ് എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? വിഭജിക്കാൻ കഴിയാത്തത്. അപ്പൊ പറയാം, ആറ്റം കണ്ടുപിടിച്ചത് ആരാണ്? ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ ആണ്. ഓക്കെ, ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ ആണ്. ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ഓസ്റ്റ്വാൾട്ട് ആണ്. ആരാണ്? ഓസ്റ്റ്വാൾട്ട് ആണ് ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. ഓസ്റ്റ്വാൾട്ട് ആണ്. ഓക്കെ, അപ്പൊ ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ. ആറ്റം, അതായത് ആറ്റം എന്ന പദം നിർദ്ദേശിച്ചത്, ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് എന്നൊക്കെ ചോദ്യം വന്ന അതാരാണ്? ഓസ്റ്റ്വാൾട്ട് ആണ്. ആറ്റം എന്ന പദം രൂപം കൊണ്ടത് ആറ്റമോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നുമാണ്. ആറ്റമോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നുമാണ് ആറ്റം എന്ന പദം രൂപം കൊണ്ടത്. ആറ്റമോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നുമാണ് ആറ്റം എന്ന പദം രൂപം കൊണ്ടത്. ആറ്റമോസ് എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? വിഭജിക്കാൻ കഴിയാത്തത് എന്നാണ് അർത്ഥം. എന്താണ്? വിഭജിക്കാൻ കഴിയാത്തത് എന്നാണ് അർത്ഥം. ഓക്കെ, ഇനി ഈ ആറ്റത്തിന് 3 മൗലിക കണങ്ങളുണ്ട്. ഏതൊക്കെയാണ്? പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ എന്നീ 3 കണങ്ങളാണ് ഉള്ളത്. ഓക്കെ, ആറ്റത്തിന് 3 മൗലിക കണങ്ങളാണ് ഉള്ളത്. പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ. ഓക്കെ, ഈ പ്രോട്ടോണിൽ തന്നെ ഒരു പി ഉണ്ട്. അതെന്താണ്? പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ്. പ്രോട്ടോൺ, പോ അങ്ങനെ കണക്ട് ചെയ്താൽ മതി. പോ. ഓക്കെ, പോ എന്നുള്ളത് വെച്ച് കണക്ട് ചെയ്താൽ മതി. നോക്കാം. ഇത് പ്രോട്ടോൺ ഇങ്ങനെയല്ലേ തുടങ്ങുക. അപ്പോൾ ഇത് പോയി കഴിഞ്ഞാൽ എന്താണ്? പോ. അപ്പൊ പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ്. ന്യൂട്രോൺ ഇതെന്താണ്? നോ എന്നാണ്. ന്യൂട്രോൺ നോ ചാർജ്. ഓക്കെ, നോ ചാർജ്. ഇനി ഇലക്ട്രോണിനാണ് നെഗറ്റീവ് ചാർജ്. ആറ്റത്തിന്റെ നെഗറ്റീവ് ചാർജ് ഉള്ള കണമാണ് ഏത്? മൗലിക കണമാണ് ഇലക്ട്രോൺ. ഓക്കെ, അപ്പൊ പ്രോട്ടോണിന് എന്താണ്? പോസിറ്റീവ് ചാർജ് ആണ്. ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ്, ന്യൂട്രോണിന് നോ ചാർജ്. നോ. ഓക്കെ, ന്യൂട്രോണിന് നോ ചാർജ് ആണ്. അപ്പൊ പോസിറ്റീവ് ചാർജ് ഉള്ള കണമാണ് പ്രോട്ടോൺ. ആറ്റത്തിന്റെ പോസിറ്റീവ് ചാർജ് ഉള്ള കണമാണ് ഏത്? പ്രോട്ടോൺ. പോസിറ്റീവ് ചാർജ് ഉള്ളത് പ്രോട്ടോൺ. പോസിറ്റീവ്, പ്രോട്ടോൺ, നെഗറ്റീവ്, ന്യൂട്രോൺ. അതായത് നെഗറ്റീവ് അല്ല, നോ ചാർജ്, അതായത് ചാർജ് ഇല്ലാത്ത കണം. ന്യൂ അങ്ങനെ പഠിച്ചാൽ മതി കേട്ടോ. നോ ന്യൂട്രോൺ. ഓക്കെ, ന്യൂട്രോൺ ആണ് എന്ത്? ചാർജ് ഇല്ലാത്ത കണം. ന്യൂ അങ്ങനെ കണക്ട് ചെയ്താൽ മതി, കൺഫ്യൂഷൻ വരരുത്. പോ അങ്ങനെ കണക്ട് ചെയ്ത് വെക്കുക. പോ അങ്ങനെ കണക്ട് ചെയ്ത് എന്ത് കിട്ടും? പ്രോട്ടോണിനാണ് പോസിറ്റീവ് ചാർജ് എന്നത് കിട്ടും. ഇനി ന്യൂട്രോൺ എന്താണ്? നോ ചാർജ് ആണ്. നോ ചാർജ് ആണ്. ഇതെന്താണ്? ഇത് നെഗറ്റീവ് ചാർജ് ആണ്. ഓക്കെ, എന്താണ്? ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ആണ്. ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ്. ഇത് നോ ചാർജ്. ഇതെന്താണ്? പോസിറ്റീവ് ചാർജ്. ഓക്കെ, പോസിറ്റീവ് ചാർജ് ആണ് പ്രോട്ടോൺ. അപ്പോൾ പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ്, ന്യൂട്രോൺ നോ ചാർജ്, ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ്. ഓക്കെ, അപ്പോൾ 3 മൗലിക കണങ്ങളും കിട്ടി. ഇനി ഈ 3 മൗലിക കണങ്ങളും ഓരോ കണങ്ങളും കണ്ടുപിടിച്ചത്, അതായത് ഈ പ്രോട്ടോൺ കണ്ടുപിടിച്ചത് റൂദർഫോർഡ് ആണ്. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒരു മിനിറ്റ്. പ്രോട്ടോൺ, ആദ്യം പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ് ആണ് പ്രോട്ടോൺ കണ്ടുപിടിച്ചത്. പിന്നെ ആരാണ്? ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ ആണ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത്. ഇനി ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? ജെയിംസ് ചാഡ്വിക് ആണ്. ജെയിംസ്
ചാഡ്വിക് ആണ് എന്ത് കണ്ടുപിടിച്ചത്? ന്യൂട്രോൺ കണ്ടുപിടിച്ചത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ്. ഏണസ്റ്റ് റൂദർഫോർഡ് ആണ് എന്ത് കണ്ടുപിടിച്ചത്? പ്രോട്ടോൺ കണ്ടുപിടിച്ചത്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? ജെ തോംസൺ ആണ്. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? ജെയിംസ് ചാഡ്വിക് ആണ്. ജെയിംസ് ചാഡ്വിക് ആണ് എന്ത് കണ്ടുപിടിച്ചത്? ന്യൂട്രോൺ കണ്ടുപിടിച്ചത്. ഓക്കെ, അപ്പൊ പോസിറ്റീവ് ചാർജ് നമ്മൾ ഡിസ്കസ് ചെയ്തു, പോസിറ്റീവ് നെഗറ്റീവ് അതൊക്കെ കിട്ടുമല്ലോ. അതായത് പോ അങ്ങനെ കണക്ട് ചെയ്ത് എന്ത് കിട്ടും? ഇതിന് പോസിറ്റീവ് ചാർജ്, പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ്, ഇലക്ട്രോൺ എന്താണ്? നെഗറ്റീവ് ചാർജ് ആണ്. ന്യൂട്രോൺ ആണെങ്കിലോ നോ ചാർജ്, ന്യൂട്രോൺ നോ ചാർജ് എന്നുള്ളത് നമ്മൾ കണക്ട് ചെയ്തു. ഇനി പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ഈ റൂദർഫോർഡ് തന്നെയാണ് ആറ്റത്തിന്റെ കേന്ദ്രം എന്നറിയപ്പെടുന്ന ന്യൂക്ലിയസും കണ്ടുപിടിച്ചത്. അപ്പൊ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ആരെന്ന് ചോദിച്ചാലും ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ഏണസ്റ്റ് റൂദർഫോർഡ് ആണ് ന്യൂക്ലിയസും കണ്ടുപിടിച്ചത്. ജെ തോംസൺ എന്താണ്? ജെ തോംസൺ ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ ആണ്. നമുക്ക് തോംസൺ മാതൃക പഠിക്കാറുണ്ട് അല്ലേ? തോംസൺ മാതൃക. ഓക്കെ, ഇനി ജെയിംസ് ചാഡ്വിക് ആണ് എന്ത്? ചാഡ്വിക് ആണ് നമ്മുടെ ന്യൂട്രോൺ കണ്ടുപിടിച്ചത്. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക് ആണ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? നമുക്ക് അടുത്തത് നോക്കാം. ചാർജ് ഇല്ലാത്ത കണം ന്യൂട്രോൺ, ഇതൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ? ചാർജ് ഇല്ലാത്ത കണമാണ് ന്യൂട്രോൺ. ഇനി പ്രോട്ടോൺ കണ്ടുപിടിച്ചത് റൂദർഫോർഡ് ആണ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ ആണ്. പിന്നെ ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക് ആണ്. ഇത് മൂന്നും നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലേ? അപ്പോൾ പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ഇലക്ട്രോൺ, ഈ ഇയും ജായും ഒരുപോലെ ഇരിക്കണില്ലേ? ഈ ജാ, അപ്പോൾ ഇത് രണ്ടും കണക്ട് ചെയ്താൽ മതി. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാന്ന് ചോദിച്ചാൽ ജാ വെച്ച ഒരാളാണെന്ന് കണ്ടുപിടിച്ചോ. ഓക്കെ, അപ്പോൾ ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ ആണ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ ആണ്. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? ജെയിംസ് ചാഡ്വിക് ആണ്. ജെയിംസ് ചാഡ്വിക് ആണ് ന്യൂട്രോൺ കണ്ടുപിടിച്ചത്. ഇനി ആറ്റത്തിലെ പ്ലം പുഡിംഗ് മോഡൽ നിർദ്ദേശിച്ചത്, പ്ലം പുഡിംഗ് അല്ലേ? പ്ലം പുഡിംഗ് മോഡൽ നിർദ്ദേശിച്ചത് ജെ തോംസൺ ആണ്. പ്ലം പുഡിംഗ് മാതൃക അല്ലെങ്കിൽ തണ്ണിമത്തൻ മാതൃക എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാണ്? തോംസൺ മാതൃകയാണ് അല്ലേ? ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മോഡൽ, അതുപോലെ തന്നെ ഏതാണ്? തണ്ണിമത്തൻ മോഡൽ അല്ലേ? പ്ലം പുഡിംഗ് മോഡൽ അല്ലെങ്കിൽ വാട്ടർമെലൻ മോഡലൊക്കെ നിർദ്ദേശിച്ചത് ആരാണ്? ജെ തോംസൺ ആണ്. ജെ തോംസൺ ആണ് പ്ലം പുഡിംഗ് മോഡലും വാട്ടർമെലൻ മോഡലും അല്ലേ? തണ്ണിമത്തൻ മാതൃകയൊക്കെ നിർദ്ദേശിച്ചത് ആരാണ്? ജെ തോംസൺ ആണ്. ജെ തോംസൺ. അടുത്തത് നോക്കാം. ആറ്റത്തിന്റെ സൗരയുധ മാതൃക നിർദ്ദേശിച്ചത് ആരാണ്? സൗരയുധ മാതൃക നിർദ്ദേശിച്ചത് ആരാണ്? അതും ഏണസ്റ്റ് റൂദർഫോർഡ് ആണ് കേട്ടോ. ഏണസ്റ്റ് റൂദർഫോർഡ് ആണ് സൗരയുധ മാതൃക നിർദ്ദേശിച്ചത്. ആറ്റത്തിന്റെ ബോർ മാതൃക അത് സിമ്പിൾ ആയിട്ട് കിട്ടും, നീൽസ് ബോർ ആണ്. അപ്പൊ ബോർ വെച്ച് കണക്ട് ചെയ്താൽ മതി. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ആറ്റത്തിന്റെ കേന്ദ്രം എന്നറിയപ്പെടുന്നത് ചോദിക്കട്ടോ. ആറ്റത്തിന്റെ കേന്ദ്രം എന്നറിയപ്പെടുന്നത് ന്യൂക്ലിയസ് ആണ്. ആറ്റത്തിന്റെ ഈ കേന്ദ്രം എന്നറിയപ്പെടുന്നത് ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ആരാണ്? റൂദർഫോർഡ് ആണ്. ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് റൂദർഫോർഡ് ആണ്. ഓക്കെ, ന്യൂക്ലിയസ് പോസിറ്റീവ് ചാർജ്, ആറ്റത്തിന്റെ പോസിറ്റീവ് ചാർജ് മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ന്യൂക്ലിയസിലേക്കാണ് അല്ലേ? ആറ്റത്തിന്റെ കേന്ദ്ര ഭാഗത്തേക്കാണെന്ന് പ്രസ്താവിച്ചത് ആരാണ്? അതും ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ ഇനിയും നമുക്ക് ഒരുപാട് ഡിസ്കസ് ചെയ്യാണ്ട്. ഇത്രയും നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്ര കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ആറ്റത്തിന്റെ സൗരയുധ മാതൃക നിർദ്ദേശിച്ചത് ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ആറ്റത്തിന്റെ ബോർ മാതൃക നിർദ്ദേശിച്ചത് ആരാണ്? നീൽസ് ബോർ ആണ്. നീൽസ് ബോർ. ഇതിൽ എന്തുണ്ട്? ഈ ബോർ എന്നതുണ്ട്. ഓക്കെ, ഈ ബോർ വെച്ച് കണക്ട് ചെയ്താൽ ബോർ മാതൃക എന്നത് സിമ്പിൾ ആയിട്ട് കിട്ടും. ഓക്കെ, ഇനി ആറ്റത്തിന്റെ ഐഡന്റിറ്റി കാർഡ്, ഫിംഗർ പ്രിന്റ് എന്നെല്ലാം അറിയപ്പെടുന്നത് ഏതാണ്? അത് പ്രോട്ടോൺ ആണ് കേട്ടോ. പ്രോട്ടോൺ ആണ് ആറ്റത്തിന്റെ ഐഡന്റിറ്റി കാർഡ്. ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു സാധനമാണ്. ആറ്റത്തിന്റെ ഐഡന്റിറ്റി കാർഡ് എന്നും ഫിംഗർ പ്രിന്റ് എന്നെല്ലാം ഒക്കെ അറിയപ്പെടുന്നത് ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? അത് പ്രോട്ടോൺ ആണ്. പ്രോട്ടോൺ ആണ് ആറ്റത്തിന്റെ ഐഡന്റിറ്റി കാർഡ് എന്നും ഫിംഗർ പ്രിന്റ് എന്നും അറിയപ്പെടുന്നത്. ആറ്റത്തിന്റെ ഐഡന്റിറ്റി കാർഡ് എന്നും ഫിംഗർ പ്രിന്റും എന്നറിയപ്പെടുന്നത് ഏതാണ്? പ്രോട്ടോൺ ആണ്. ആരാണ് ആറ്റം കണ്ടുപിടിച്ചത്? ജോൺ ഡാൾട്ടൺ ആണ് ആറ്റം കണ്ടുപിടിച്ചത്. ജോൺ ഡാൾട്ടൺ. ഓക്കെ, ജോൺ ഡാൾട്ടൺ ആണ് ആറ്റം കണ്ടുപിടിച്ചത്. ആറ്റം എന്ന പദം രൂപം കൊണ്ടത് ആറ്റമോസ് എന്ന എന്ത് പദമാണ്? ആറ്റമോസ് എന്ന ലാറ്റിൻ പദം അല്ലെങ്കിൽ പേർഷ്യൻ പദം അങ്ങനെയൊക്കെ വന്ന ആറ്റമോസ് എന്ന എന്ത് പദമാണെന്ന് ചോദിച്ചാൽ എങ്ങനെ കിട്ടണം? ആറ്റമോസ് എന്ന ഗ്രീക്ക് പദമാണെന്ന് ഓർമ്മയിൽ വേണം. ആറ്റമോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നുമാണ് ആറ്റം എന്ന പദം രൂപം കൊണ്ടത്. ആറ്റമോസ് എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? വിഭജിക്കാൻ കഴിയാത്തത് എന്നാണ് ആറ്റമോസ് എന്നതിന്റെ അർത്ഥം. വിഭജിക്കാൻ കഴിയാത്തത്. ഓക്കെ, ആറ്റമോസ് എന്നതിന്റെ അർത്ഥം എന്താണ്? വിഭജിക്കാൻ കഴിയാത്തത് എന്നാണ് ആറ്റമോസ് എന്നതിന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ഓസ്റ്റ്വാൾട്ട് ആണ്. അതുകൂടെ പഠിച്ചു വെക്കുക. ഓസ്റ്റ്വാൾട്ട് ആണ് ആറ്റം എന്ന പദം ആദ്യമായി നിർദ്ദേശിച്ചത്. ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് അല്ലെങ്കിൽ ആറ്റം എന്ന പദം നിർദ്ദേശിച്ചതായിരുന്നൊക്കെ ചോദിച്ച ആരാണ്? ഓസ്റ്റ്വാൾട്ട് ആണ്. ഈ ഓസ്റ്റ്വാൾട്ട് പ്രക്രിയ നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. എന്താണ്? നൈട്രിക് ആസിഡ് നിർമ്മാണമാണ് ഓസ്റ്റ്വാൾട്ട് പ്രക്രിയ എന്നറിയപ്പെടുന്നത്. നൈട്രിക് ആസിഡ്. ഓക്കെ, നൈട്രിക് ആസിഡ് നിർമ്മാണം.
നൈട്രിക് ആസിഡ് നിർമ്മാണമാണ് എന്ത്? ഓസ്റ്റുവാൾട്ട് പ്രക്രിയയാണ് നൈട്രിക് ആസിഡ് നിർമ്മാണം. ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക. ഓക്കെ, വേണ്ട, കണക്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഓസ്റ്റുവാൾട്ട് പ്രക്രിയ എന്താണ്? നൈട്രിക് ആസിഡ് നിർമ്മാണമാണ് എന്ത്? പഠിച്ചു വെച്ചോ, ഓസ്റ്റുവാൾട്ട് പ്രക്രിയ എന്താണ്? നൈട്രിക് ആസിഡ് നിർമ്മാണം. കൺഫ്യൂഷൻ വരില്ലല്ലോ. ഓസ്റ്റുവാൾട്ട് പ്രക്രിയ എന്താണ്? നൈട്രിക് ആസിഡ് നിർമ്മാണം. എന്തിനാണ് നമ്മൾ ഇവിടെ ഓസ്റ്റുവാൾട്ടിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തത്? ഇവിടെ ഓസ്റ്റുവാൾട്ടിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ കാര്യം എന്താണ്? ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്, അല്ലെങ്കിൽ ആറ്റം എന്ന പേര് നിർദ്ദേശിച്ചത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ഓസ്റ്റുവാൾട്ട് ആണ്. നമുക്ക് ചോദ്യം വരും, ആറ്റത്തിന്റെ കേന്ദ്രഭാഗം ഏതെന്ന് ചോദ്യം വരും. ആറ്റത്തിന്റെ കേന്ദ്രഭാഗം പഠിച്ചു വെച്ചോ, അത് ന്യൂക്ലിയസ് ആണ് കേട്ടോ. ന്യൂക്ലിയസ് ആണ് ആറ്റത്തിന്റെ കേന്ദ്രഭാഗം. ഓക്കെ, ന്യൂക്ലിയസ് ആറ്റത്തിന്റെ കേന്ദ്രഭാഗം. ഈ ന്യൂക്ലിയസ് കണ്ടെത്തിയത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ് ആണ് ന്യൂക്ലിയസ് കണ്ടെത്തിയത്. പിന്നെ പ്രോട്ടോൺ കണ്ടുപിടിച്ചത്, പോസിറ്റീവ് ചാർജുള്ള കണമായിട്ടുള്ള പ്രോട്ടോൺ കണ്ടുപിടിച്ചതും റൂദർഫോർഡ് ആണ്. ഇതിനൊരു കോഡ് ഉണ്ട് കേട്ടോ. ഈ കോഡ് കൂടെ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചോ, ചിലപ്പോൾ കിട്ടിയാലോ. പെൻ RTC ഇത് വെച്ചൊന്ന് കണക്ട് ചെയ്യാൻ പറ്റുമോ? പി എന്താണ്? പ്രോട്ടോൺ കണ്ടുപിടിച്ചത് റൂദർഫോർഡ് ആണ്. ഇലക്ട്രോൺ, ഇത് തോംസന്റെ ടി ആണ് കേട്ടോ. ഇലക്ട്രോൺ തോംസൺ. ന്യൂട്രോൺ ചാഡ്വിക് ആണ്, ചാഡ്വിക്. അപ്പൊ PnRTC എന്ന് പഠിച്ചാൽ എന്ത് കിട്ടും? പി എന്താണ്? പ്രോട്ടോൺ കണ്ടുപിടിച്ചത് റൂദർഫോർഡ്. ഇ എന്താണ്? ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? തോംസൺ ആണ്, JJ തോംസൺ ആണ്. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? ജെയിംസ് ചാഡ്വിക് ആണ്. ഇത്ര കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ഈ കോഡ് മറക്കരുത്. എന്താണ് കോഡ്? PnRTC എന്നതാണ് എന്തിന്റെ? പ്രോട്ടോൺ കണ്ടുപിടിച്ചതും ഇലക്ട്രോൺ കണ്ടുപിടിച്ചതും ന്യൂട്രോൺ കണ്ടുപിടിച്ചതും. കൺഫ്യൂഷൻ വരാതിരിക്കാനുള്ള കോഡാണ്. പക്ഷേ ഈ കോഡ് എങ്ങനെ എഴുതണം? ഇതുപോലെ തന്നെ എഴുതണം. ഇതിന്റെ താഴെ RTC ഇങ്ങനെ എഴുതിയാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. പ്രോട്ടോൺ റൂദർഫോർഡ്, ഇലക്ട്രോൺ തോംസൺ, ന്യൂട്രോൺ ആരാണ്? ചാഡ്വിക്. ഈ ഗ്രൂപ്പ് ഇങ്ങനെ കിട്ടും. ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ. അപ്പോൾ ആറ്റമോസ് എന്ന പദത്തിൽ നിന്നാണ് ആറ്റം രൂപം കൊണ്ടതെന്ന് മറക്കരുത്. പിന്നെ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? റൂദർഫോർഡ് ആണ് ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത്. പിന്നെ പ്ലം പുഡിംഗ് മാതൃക എപ്പോഴും ചോദ്യം വരാറുണ്ട്. പ്ലം പുഡിംഗ് മാതൃക നിർദ്ദേശിച്ചത് JJ തോംസൺ. പ്ലം പുഡിംഗ് മാതൃക എന്ന് ചോദിച്ചാലും, പിന്നെ അതുപോലെ തന്നെ തണ്ണിമത്തൻ മോഡൽ അല്ലേ, തണ്ണിമത്തൻ മാതൃക നിർദ്ദേശിച്ചത് ആരെന്ന് ചോദിച്ചാലും ആരാണ്? രണ്ടും JJ തോംസൺ ആണ് രണ്ടും നിർദ്ദേശിച്ചത്. ഇനി അതല്ല, സൗരയുധ മാതൃക, അതും മോസ്റ്റ് റിപ്പീറ്റിംഗ് ആണ്. സൗരയുധ മാതൃക നിർദ്ദേശിച്ചത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? റൂദർഫോർഡ് ആണ്. സൗരയുധ മാതൃക നിർദ്ദേശിച്ചത് റൂദർഫോർഡ് ആണ്. ഓക്കെ, അതും പഠിച്ചു വെക്കുക. ഏണസ്റ്റ് റൂദർഫോർഡ് ആണ് സൗരയുധ മാതൃക നിർദ്ദേശിച്ചത്. പിന്നെ ബോർ മാതൃക സിമ്പിൾ ആയിട്ട് കിട്ടുന്നതാണ്, അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്ത് ഞാൻ പറയാത്തത്. ബോർ മാതൃക, ഈ ബോർ മാത്രം കണക്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. നീൽസ് ബോർ ആണ് ബോർ മാതൃക നിർദ്ദേശിച്ചത്. ഒരു ആറ്റത്തിന്റെ ഐഡന്റിറ്റി കാർഡ് എന്നും ഫിംഗർ പ്രിന്റ് എന്നെല്ലാം അറിയപ്പെടുന്നത് അല്ലേ? ആറ്റത്തിന്റെ ഐഡന്റിറ്റി കാർഡ്, തിരിച്ചറിയൽ കാർഡ് എന്നും ഫിംഗർ പ്രിന്റ് എന്നെല്ലാം ഒക്കെ അറിയപ്പെടുന്നത് ഏതാണ്? അത് പ്രോട്ടോൺ ആണെന്നും മനസ്സിലാക്കി വെക്കുക. അത് ഇമ്പോർട്ടന്റ് ആണ്. ആറ്റത്തിന്റെ കേന്ദ്രം എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് ന്യൂക്ലിയസ് ആണ്. മീൻസ് റിപ്പീറ്റ് ചെയ്യും, അതുകൊണ്ടാണ് പറയുന്നത് ആറ്റത്തിന്റെ കേന്ദ്രം എന്നറിയപ്പെടുന്നത് ന്യൂക്ലിയസ് ആണ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഓക്കെ, പെർഫെക്റ്റ് ആണല്ലോ. ഇന്ന് പഠിച്ച ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. അതായത് ആറ്റവുമായി ബന്ധപ്പെട്ട് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, മോസ്റ്റ് റിപ്പീറ്റിംഗ് ആണ്. അത്രയും റിപ്പീറ്റ് ചെയ്ത് വരുന്ന ചോദ്യങ്ങളായതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നത്. കാര്യങ്ങളൊക്കെ ഇവിടുന്ന് തന്നെ നിങ്ങൾക്ക് പഠിച്ചു പോകാൻ പറ്റിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് വിശ്വസിക്കുന്നു. ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്